കോടതി എനിക്ക് തോന്നുന്നു ഇന്നലെ വന്നതിനകത്ത് എത്ര 28 രേഖകൾ മറ്റും സമർപ്പിച്ചിരുന്നു. അതിൽ തന്നെ തമാശയുള്ളൊരു കേസ് എന്ന് പറഞ്ഞാൽ ഏതോ ഈ ഇൽമിനേറ്റ് കേസുമായി ബന്ധപ്പെട്ട് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഇ-വേ ബില്ലൊക്കെ എടുത്ത് കാണിച്ചു. അത് IREL-ഉം KMML-ഉം തമ്മിലുള്ള ഇ-വേ ബില്ല്. രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഇ-വേ ബില്ല് എടുത്ത് അത് കോടതി തള്ളി. കോടതി പറഞ്ഞു അത് ആ നിലയിൽ കാണാനേ കഴിയുന്നതല്ല. വളരെ പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. KMML-ഉം CMRL-ഉം തമ്മിൽ എന്തെങ്കിലും ഇടപാടുണ്ടോ? ഹർജിക്കാരന് മറുപടിയില്ല. അതുപോലെ തന്നെ ഈ എക്സാലോജിക്കും ഈ പറഞ്ഞ CMRL-ഉം തമ്മിലുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിൽ, നേരത്തെ മനു പറഞ്ഞ കരാറിൻ്റെ അടിസ്ഥാനത്തിലുള്ള സേവനം ആ പ്രശ്നത്തിൽ എന്തെങ്കിലും പ്രത്യുപകാരം നേടിയിട്ടുണ്ടോ? ഹർജിക്കാരൻ അത് കോടതിയെ ഷാർപ്പായി കോടതിയെ സ്വാധീനിക്കും വിധം അല്ലെങ്കിൽ കോടതി പരിശോധിക്കും വിധം പറയാൻ ബാധ്യസ്ഥനാണ് ഹർജിക്കാരൻ. അക്കാര്യത്തിൽ ഗൗരവമായി പറഞ്ഞ് മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല. അതുപോലെ എന്തെങ്കിലും തന്നെ ഭൂപരിധി ഇളവ് ഇവരുടെ ഒരു പ്രശ്നമാണ്, ഒരാവശ്യമാണ്, അതിന് കൊടുത്തിട്ടുണ്ടോ? അത് കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, നിരസിക്കുകയും ചെയ്തു. മുമ്പ് എക്സാലോജിക്കുമായി നടത്തിയിട്ടുള്ള ആ കമ്പനി തമ്മിലുള്ള കരാറിന് ശേഷമാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പണമിടപാടിൻ്റെയൊക്കെ കാലത്തിന് ശേഷമാണ് സർക്കാർ നിരസിച്ചത്. അങ്ങനെയാണെങ്കിൽ നിരസിക്കില്ലല്ലോ. അപ്പോൾ ഒരു തരത്തിലും ഒരു ഇടപാടും അവർക്ക് അനുകൂലമായി നടന്നിട്ടില്ല എന്ന് കോടതിക്ക് കൃത്യമായി ബോധ്യപ്പെട്ട സാഹചര്യമുണ്ട്.